കോടികൾ ചിലവഴിച്ച് പുനർനിർമ്മാണം നടത്തുന്ന തൃശൂർ വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് മഴ തുടങ്ങുമ്പോഴേക്കും ബണ്ടുകൾ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. വേലൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കിടായിച്ചിറ. 3 കോടി രൂപ ചെലവഴിച്ചാണ് 4 ഏക്കറോളം വിസ്തൃതിയുള്ള തടാകത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത്. സംസ്ഥാന സർക്കാർ ജലവിഭവ വകുപ്പ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത്. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒരു വശത്തെ സംരക്ഷണ ബണ്ട് തകർന്നത്. മണ്ണ് തടഞ്ഞു നിർത്തുന്നതിനു വേണ്ടി കെട്ടിയിരുന്ന കോൺക്രീറ്റ് ഭിത്തി ഏകദേശം 100 മീറ്റർ നീളത്തിൽ വിണ്ടുപൊട്ടി തകർന്നു വീഴുകയായിരുന്നു. മറുവശത്തെ കെട്ടും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. തകർന്ന ഭാഗത്തെ മണ്ണ് ചിറയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ബണ്ട് തകരാൻ ഇടയാക്കിയതെന്ന് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, പഞ്ചായത്ത് മെമ്പർ നിതീഷ് ചന്ദ്രൻ മട്ടമ്പറമ്പിൽ എന്നിവർ പറഞ്ഞു. ഈ പദ്ധതിയുടെ 1.5 കോടി രൂപയുടെ ഫണ്ട് ഇവർ പാസ്സാക്കി എടുത്തു. ഓരോ സൈഡ് മഴ തുടങ്ങിയുള്ളൂ, അപ്പോഴേക്കും ഇത് ഇടിയാൻ തുടങ്ങി. ഒരു സൈഡൊന്നല്ല, 100 മീറ്ററോളാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഏകദേശം 50 മീറ്റർ ഇടിഞ്ഞു, ഇന്നൊരു 50 മീറ്റർ ഇടിഞ്ഞു. ഇനി ഈ സൈഡിലുള്ള ബണ്ടുകൾ മുഴുവൻ ഇടിയാൻ വേണ്ടി കാത്ത് നിൽക്കണ പോലെയാണ്. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത 3 കോടി വയ്ക്കൂലേ? ഇങ്ങനെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ പണിയിലും അഴിമതിയുടെ ഇത് നമ്മൾ ഈ മഴ തുടങ്ങിയപ്പോൾ കണ്ടു കഴിഞ്ഞു. നാഷണൽ ഹൈവേ മുതൽ സാധാരണ റോഡുകൾ വരെ ഇടിഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗം ബെൽറ്റ് വാർത്ത് ഉറപ്പിച്ചിട്ടില്ലെന്നും റിങ് കമ്പികളും കെട്ടുകമ്പികളും ഇടാതെ കനം കുറഞ്ഞ 3-4 കമ്പികളിട്ടാണ് മണ്ണ് തടയുവാനുള്ള ഭിത്തിയുടെ മുകൾ വശം വാർത്തിട്ടുള്ളതെന്നും കോൺഗ്രസ് ആരോപിച്ചു. പദ്ധതിയുടെ നിർമ്മാണം പാതിയാകുമ്പോഴേക്കും 1.5 കോടി രൂപ കരാറുകാരൻ കൈപ്പറ്റിയെന്നും നിർമ്മാണത്തിലെ അപാകതകൾക്കും അഴിമതിക്കുമെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.